നമുക്ക് എന്തൊക്കെ പോസ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. നമ്മുടെ റെയിൽവേ എക്സാംസിന് നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ റിലീസ് ചെയ്ത കലണ്ടർ അനുസരിച്ച് തന്നെ ആ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി റെയിൽവേയുടെ കലണ്ടറിൽ ഉണ്ടായിരുന്ന 3 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പം 3ാമത്തെ നോട്ടിഫിക്കേഷനായ സെക്ഷൻ കൺട്രോളർ, കഴിഞ്ഞ വർഷം തൊട്ട് വിളിച്ചു തുടങ്ങിയ സെക്ഷൻ കൺട്രോളറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം കറൻ്റ്ലി ആക്റ്റീവ് ആണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമുക്കിനി വരാനിരിക്കുന്ന RRB എക്സാംസ് ഏതൊക്കെയാണ്, ലൈക്ക് റെയിൽവേയുടെ സൈഡിൽ നിന്ന് നമുക്ക് വരാനിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ്. അതിൻ്റെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. RRB NTPC എക്സാമിനെ കുറിച്ചും. എന്നോടാ എനിക്കൊന്ന് റെയിൽവേ എക്സാംസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പേരും പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏതാ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, RRB NTPC എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എന്നോട് നമുക്കിപ്പോൾ ഈ RRB എക്സാംസ് എടുക്കുകയാണെങ്കിൽ NTPC എക്സാമാണ് ഏറ്റവും നല്ല പോസ്റ്റുകൾ കവർ ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് അറിയാവുന്ന സ്റ്റേഷൻ മാസ്റ്റർ, ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മാസ്റ്റർ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ തൊട്ട് താഴോട്ടുള്ള പോസ്റ്റുകൾ ഇതെല്ലാം കവർ ചെയ്യുന്നത് നമ്മുടെ RRB NTPC എക്സാമിലാണ്. അതും ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടല്ല, 2 നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. എങ്ങനെ, ഒന്ന് ഗ്രാജുവേറ്റ്സിനൊക്കെ എഴുതാൻ പറ്റുന്ന പോലെയും പിന്നെ ഒന്ന് +2 ക്വാളിഫിക്കേഷനോ അതിൻ്റെ മുകളിലോട്ടുള്ളവർക്കോ എഴുതാൻ പറ്റുന്ന പോലെയും. അപ്പോൾ 2 നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന കാരണം ഗ്രാജുവേറ്റ്സിന് ഈ 2 നോട്ടിഫിക്കേഷനിൽ വരുന്ന എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും. +2 ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റിന് അത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലും ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. +2 ക്വാളിഫിക്കേഷന് മുകളിലുള്ള എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ RRB NTPC എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, ആദ്യമായിട്ടൊക്കെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് വരുന്നവർ ഈ RRB NTPC എക്സാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായോ, ഇല്ല, 2-3 മാസത്തിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കല്ല. എന്നിട്ട് ആ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ വേണമെങ്കിൽ NTPC എക്സാമിൽ, റെയിൽവേ എക്സാംസിൽ ഏറ്റവും നല്ല എക്സാമാണ് RRB NTPC എക്സാം. ആ NTPC എക്സാംസ് ക്ലിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 6 to 8 months നല്ലൊരു പ്രിപ്പറേഷൻ വേണം. സോ അത് നേരത്തെ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് RRB NTPC എക്സാംസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 2026-27 എക്സാം. അപ്പോൾ RRB NTPC എന്ന് പറയുന്നത് തന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. ലൈക്ക് ആ ഒരു എക്സാമിൽ തന്നെ, ആ എക്സാമിൻ്റെ പേരിൽ തന്നെ അത് എത്രമാത്രം പോപ്പുലർ ആണ് എന്നുള്ളത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്രയും ലൈക്ക് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അത് എത്രമാത്രം പോപ്പുലർ ആകുന്നത്. അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു എക്സാമാണ്, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ് RRB NTPC എക്സാംസ് എന്ന് പറയുന്നത്. റെയിൽവേയിൽ ജോയിൻ ചെയ്യാൻ, അതും റെയിൽവേയിൽ ഏറ്റവും നല്ല പോസ്റ്റിലായ സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ പോസ്റ്റിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മുടെ ഈ കാണുന്നതാണ് റെയിൽവേയുടെ ആനുവൽ എക്സാം കലണ്ടർ. ഇതിൽ നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ സെക്ഷൻ കൺട്രോളുടെ നോട്ടിഫിക്കേഷനും വന്നു. ഇപ്പോൾ അത് കറൻ്റ്ലി ആക്റ്റീവാണ്. ബാക്കിയുള്ളതൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ കൺട്രോളർ ഇപ്പോൾ ആക്റ്റീവാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ജെയുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അത് കഴിഞ്ഞ് പാരാമെഡിക്കൽ കാറ്റഗറീസ് വരാറുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന 2 എക്സാംസ്, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും. ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പം ലെവൽ 4, 5, 6 കാറ്റഗറി വരുന്ന പോസ്റ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ലെവൽ 6 അത്യാവശ്യം നല്ല കാറ്റഗറി വരുന്ന പോസ്റ്റുകൾ വരെ ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ നോൺ ടെക്നിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ ജോലി നേടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമിലൂടെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം, ഈ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. ലെവൽ 2 ആൻഡ് ലെവൽ 3 കാറ്റഗറി വരുന്ന പോസ്റ്റുകളാണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല റെയിൽവേയുടെ എക്സാം, അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ട് മിനിസ്റ്റർ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി ഉണ്ട്. ആൻഡ് ഏറ്റവും അവസാനം നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് D, ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന എക്സാം. അറൌണ്ട് 30,000 to 35,000 വേക്കൻസിക്കാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് D വിളിക്കുന്നത്. നമ്മളതിൻ്റെ ലെവൽ 1 എക്സാം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ലെവൽ 2 ആണെങ്കിൽ ഏറ്റവും താഴത്തെ ലെവൽ 1 ആ ഒരു കാറ്റഗറിയാണ് അത്. സോ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വേക്കൻസിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ RRB NTPC എക്സാംസിലേക്ക് വന്ന ഇത് നമ്മുടെ റെയിൽവേയുടെ തന്നെ ഒരു എന്താ പറയുക, നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേന്ന് കൊണ്ടുവരണം, അതിൻ്റെ പ്രപ്പോസൽ, വേക്കൻസീസ് അസസ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ റെയിൽവേ NTPC എക്സാം എടുക്കുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ പ്രപ്പോസലിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത് ഓഗസ്റ്റ് 2026 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 2026 എന്ന് പറയുമ്പം ഓഗസ്റ്റ് അവസാനത്തോടെയോ സെപ്റ്റംബറോടോ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. മോസ്റ്റ്ലി നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും. അത് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബറിലായിരുന്നു. ആൻഡ് ഒക്ടോബർ, നവംബറിലാണ് രജിസ്ട്രേഷൻ നടന്നത്. സോ ഈ വർഷവും വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യത, കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഈ പറയുന്ന സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓഗസ്റ്റ് വരെയുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് ഇതായിട്ട് അവർ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെ നമുക്ക് എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, ഉറപ്പാണ്.
അപ്പോൾ ഇത് റെയിൽവേയുടെ തന്നെ ഒഫീഷ്യൽ കലണ്ടറാണ് നമ്മളിപ്പം കണ്ടത്. ഇനി റെയിൽവേ NTPC എക്സാംസിനെ കുറിച്ച് പെട്ടെന്ന് നമ്മളൊന്ന് ബ്രീഫായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാം. റെയിൽവേ NTPC എക്സാംസിലേക്ക് വരുമ്പം നമുക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ എക്സാം നടത്തുന്നത്. ഈ എക്സാം ഗ്രാജുവേറ്റ്സിനും അണ്ടർ ഗ്രാജുവേറ്റ്സിനും വേണ്ടിയാണ് നടത്തുന്നത്. ഇതിനൊരു എംപ്ലോയ്മെന്റ് നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കത് ഈ വർഷം കാണാൻ പറ്റും. ലൈക്ക് CEN സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ ഇപ്പം 0607 എന്നൊക്കെ പറഞ്ഞ് /2026 എന്നൊക്കെ പറഞ്ഞ് എംപ്ലോയ്മെന്റ് നമ്പർ ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വരും. ഇവിടെ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും എത്രാമത്തെ എംപ്ലോയ്മെന്റ് ആണ് ഇത് എന്നുള്ളത്. പിന്നെ നമുക്കിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് അക്രോസ് ഇന്ത്യ ആണ്. പക്ഷെ നമ്മളാണ് ഏത് സ്റ്റേറ്റ് വേണം അല്ലെങ്കിൽ ഏത് സോൺ വേണം എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വേക്കൻസീസ് വരുമ്പോഴും ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിലാണ് സെപ്പറേറ്റ് വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം 5000 മറ്റേത് 3000 4000 അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ്റെ വേക്കൻസീസ് അവർ നോട്ടിഫിക്കേഷനിൽ റിലീസ് ചെയ്യും. അത് എത്രയാണ് ഈ വർഷം എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാം. നമുക്ക് 1.5 മാസത്തിൻ്റെ അകത്ത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ പറയുന്ന രജിസ്ട്രേഷനിലേക്ക് വരുമ്പോഴും ഗ്രാജുവേറ്റ്സും അണ്ടർ ഗ്രാജുവേറ്റിനും രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷം നടന്നത് നമ്മുടെ ഒക്ടോബർ നവംബർ ആ സമയത്താണ് രജിസ്ട്രേഷൻ നടന്നത്. ഈ വർഷവും നമുക്ക് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ ഒക്ടോബർ നവംബർ സമയത്തായിരിക്കും കൂടുതലും രജിസ്ട്രേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. സെപ്റ്റംബർ അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ഷോർട്ട് നോട്ടീസ് വന്ന് പിന്നെ നമ്മുടെ ഒക്ടോബർ നവംബറിലൊക്കെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തായിരിക്കും രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷനും, അതുപോലെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം എനി ഗ്രാജുവേഷൻ ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ 33 വയസ്സ് വരെ എഴുതാൻ പറ്റും. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെ എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ഗവൺമെൻറ് എക്സാംസിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്ക് വരുമ്പോൾ 33 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഏജ് ഓവറൊക്കെ ആയി എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇത്. 33 വയസ്സ് വരെ ഇത് എഴുതാൻ പറ്റും. നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ആണെങ്കിൽ 33ാമത്തെ വയസ്സ് വരെയും അത് പറ്റും എന്നുള്ളതാണ് അത് കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജനറൽ കാറ്റഗറിയുടെ ആണ് ഈ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ OBC കാറ്റഗറി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ഒരു 3 കൂടി കൂട്ടിയെടുക്കാം. അതുപോലെ SC ST വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു 5 വർഷം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു NTPC ഗ്രാജുവേറ്റ് എക്സാം ആണെങ്കിൽ ജനറൽ ആണെങ്കിൽ 33, നിങ്ങളൊരു OBC ആണെങ്കിൽ 36, അതല്ല നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമുക്കതിൽ 2 എക്സാംസും പിന്നെ സ്കിൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒഫീഷ്യൽ റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഈ ചാനൽ ത്രൂ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോം. ഒന്ന്, നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി, ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വിവാലന്റ്. അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 12th പാസ് ആയിരുന്നാൽ മാത്രം മതി ഒരു സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സ്കൂളിൽ നിന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ടൈപ്പിംഗ് കൂടി അറിയാമെങ്കിൽ, ടൈപ്പിംഗ് പഠിക്കാനൊന്നും പോകണ്ട, നമുക്ക് ചില പോസ്റ്റുകളിൽ ടൈപ്പിംഗ് ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫുൾ ടൈപ്പിംഗ് ക്ലാസ്സിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറഞ്ഞ ടൈപ്പിംഗ് പ്രൊഫഷൻസി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കുറച്ചുകൂടി പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി മാർക്ക് മാത്രമല്ല, ആ ഒരു സ്കില്ല് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ പോസ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ NTPC ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പേ ലെവൽ 6C വരുന്ന, അത്യാവശ്യം നല്ല പേ സ്കെയിലിൽ വരുന്ന സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പോസ്റ്റ്. അതിനുശേഷം പിന്നെ ട്രെയിൻസ് മാനേജർ, നമ്മുടെ ട്രെയിൻ ഇതൊരു പുതിയ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെയാണ് ഇപ്പം ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മാറ്റിയത്. അതും അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. പിന്നെ അതിൻ്റെ താഴേക്കൊക്കെ വരുമ്പോൾ ട്രാഫിക് അസിസ്റ്റന്റ്, അതൊരു പുതിയ പോസ്റ്റാണ്, കഴിഞ്ഞ വട്ടം തൊട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതുപോലെ അടുത്ത പോസ്റ്റ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ആ ഒരു നല്ല പോസ്റ്റ്. അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണോ? അക്കൗണ്ട്സ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ട, നമുക്ക് ഈ പറഞ്ഞ എക്സാംസ് ക്ലിയർ ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും പോസ്റ്റിലാണ് നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത്. എല്ലാം നമ്മുടെ ലെവൽ 4, 5, 6 കാറ്റഗറി വരുന്നതാണ്. അത്യാവശ്യം പേ സ്കെയിൽ വരുന്ന ലൈക്ക് ഒരു ഒരു 40,000 to ഒരു 70,000 റേഞ്ച് ഓഫ് സാലറിയിലൊക്കെ വരുന്ന പോസ്റ്റുകളാണ് ആ കാണുന്നതെല്ലാം തന്നെ. ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർക്ക് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു ഇൻഹാൻസ് സാലറി, ഓൾമോസ്റ്റ് ഒരു ടോട്ടൽ സാലറി 70,000 to 80,000 വരും ഗ്രോസ് സാലറി. സിറ്റീസിൻ്റെ മേളിലും സ്റ്റേഷൻ്റെ മേളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. XYZ കാറ്റഗറി സിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓവറോൾ സാലറി ഒരു 70,000 to 77,000 സാലറി വരും. പിന്നെ ഇത് കൂടാതെ
അതിന് കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ പോയിട്ട് NPS അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോയിട്ട് അറൗണ്ട് ഒരു ഇൻഹാൻസ് സാലറി എന്നൊക്കെ പറയുന്നത് ഒരു നമുക്കൊരു 55,000 to 65,000 ആണ്, ഒരു 68,000 വരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഡെഫിനറ്റ്ലി നൈറ്റ് ഡ്യൂട്ടിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ അവിടെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേയുടെ ഈ കാണുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട പോസ്റ്റുകളുടെ ഒരു ജൂനിയർ പോസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റുകളുടെ തന്നെ തൊട്ട് താഴെ വരുന്നൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് ആണ് ഇവര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്രയും പോസ്റ്റിലേക്കാണ് നമ്മുടെ RRB NTPC എക്സാംസ് വിളിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതും ഞാനൊരു ബ്രീഫായിട്ട് നിങ്ങൾക്കൊരു പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു മോട്ടിവേഷന് വേണ്ടി ഒരു ചെറിയൊരു ഐഡിയ തരാനാണ് നോക്കിയത്. ദാറ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ജോലി കിട്ടിയ ആ ഒരു പോസ്റ്റ് വഴി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രൊമോഷൻസ് വഴിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസ് വഴിയോ എഴുതി നിങ്ങൾക്ക് ഏത് ലെവൽ വരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഏത് ലെവൽ വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കുറേ പോസ്റ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. അല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ചില പോസ്റ്റുകൾ മാത്രം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. നിങ്ങൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാവും, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാവും, ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ വരെ ആകാൻ പറ്റും ആ ഒരു പോസ്റ്റിൽ നിന്നും. അതേപോലെ ബാക്കിയുള്ള പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ പ്രൊമോഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇപ്പം നേരത്തെ കണ്ടത് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇത് നമ്മുടെ ഗ്രാജുവേറ്റിൻ്റെ ആണ് ഏറ്റവും നല്ല പോസ്റ്റുകൾ. ഏറ്റവും നല്ല പോസ്റ്റുകളുടെ ഒരു ഇതെങ്ങനെയാണ് പോകുന്നത്. ഇപ്പം ഗുഡ്സ് ട്രെയിൻ മാനേജറൊക്കെ ആണെങ്കിൽ അവർക്ക് ചീഫ് കൺട്രോളർ വരെ ആകാൻ പറ്റും. ചീഫ് കൺട്രോളർ, സെക്ഷൻ കൺട്രോളർ, ചീഫ് കൺട്രോളർ, ഇങ്ങനെയാണ് പ്രൊമോഷൻസ് പോകുന്നത്. അതേപോലെ നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കൊക്കെ ആണെങ്കിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ സ്റ്റേഷൻ സൂപ്രണ്ടന്റ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻ സൂപ്രണ്ടന്റ്, ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ, ഇങ്ങനെ ലൈക്ക് ഒരു ഡിവിഷന്റെ തന്നെ ഓപ്പറേഷണൽ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ് വരെ നിങ്ങൾക്ക് ആ ഒരു പ്രൊമോഷൻസ് വഴിയും ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് വഴി എത്താൻ പറ്റും. വളരെ ഇപ്പം നല്ലൊരു കരിയർ ഓഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ സാലറിനെ കുറിച്ച് പറഞ്ഞു. ഈ സാലറി എന്ന് പറയുന്ന ഒരു ബേസിക് പേ കൂടാതെ ഇതിനകത്ത് കുറേ അലവൻസുകളും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അലവൻസുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് റെയിൽവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ബേസിക് പേ ഉണ്ടായിരിക്കും. ചിലപ്പം ബേസിക് പേ 19,900 ആയിരിക്കും. പക്ഷേ ആ ഒരു ബേസിക് പേയുടെ കൂടെ ബാക്കിയുള്ള അലവൻസുകളോട് ചേർന്നിട്ടാണ് ഇത് എന്താവുന്നത്. നമ്മൾ പറയുന്ന പോലെ 60,000 70,000 സാലറിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അലവൻസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിയറൻസ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ അലവൻസുകളുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ മെഡിക്കൽ അലവൻസുകൾ, പെൻഷൻ സ്കീം, അതർ സ്പെഷ്യൽ അലവൻസ്, അതുപോലെ ഡിയറൻസ് അലവൻസ്, HRA, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, എന്താ പറയുക, മെഡിക്കൽ കവറേജ് നമുക്കും ഫാമിലി മെമ്പേഴ്സിനും, അതേപോലെ തന്നെ ട്രാവൽ പാസ് നമുക്കും പിന്നെ ഫാമിലിയിൽ ഒരു മെമ്പറിനും, അങ്ങനെയൊക്കെ ഉള്ളവർ, അതുപോലെ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള അലവൻസുകൾ, ഇങ്ങനെ കുറേ അലവൻസുകൾ എല്ലാമാണ് റെയിൽവേ സെക്ടറിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലും നിങ്ങൾ ഈ ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. റെയിൽവേയുടെ അലവൻസുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെ അലവൻസുകളാണ് റെയിൽവേയിൽ കിട്ടുന്നത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. റെയിൽവേ NTPC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ക്ലിയർ ആയിട്ടുള്ള ഫാക്ട്സ്. നമ്മുടെ 2019 ഇതിൻ്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 35,281 വേക്കൻസി ഉണ്ടായിരുന്നു. വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാൾ കോവിഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് നാൾ എക്സാം നടന്നില്ല. എന്നിട്ട് 2024-25 പിന്നെ വിളിക്കുന്നത്. ആ സമയത്ത് വിളിച്ചപ്പം നമുക്ക് അറൗണ്ട് 11,558 വേക്കൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും വിളിക്കുന്നുണ്ട്. എല്ലാ വർഷവും വിളിക്കുന്നുണ്ട് തന്നെ ഒറ്റയടിക്ക് ഒരു വലിയ വേക്കൻസി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്താ ഒരു വലിയ ക്രൗഡിനിങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് വേക്കൻസി ഒന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊത്തം 35,000 ആൾക്കാരെയൊക്കെ എടുക്കുന്നതിന് പകരം ഒരു വർഷം ഒരു 10,000 റേഞ്ച് ഓഫ് അപ്രോക്സിമേറ്റ്ലി 10,000 റേഞ്ച് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് ഈ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷം കൊണ്ടുവരുന്ന രീതിയിലാണ് നോക്കുന്നത്. സോ കുറേ നാൾക്ക് ശേഷം വിളിച്ചപ്പം 11,558 വേക്കൻസി ഉണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷം നമ്മുടെ 8,850 വേക്കൻസിക്കാണ് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ വർഷം ഒരു 1.5 മാസം 2 മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വേക്കൻസിയാണ് ഗ്രാജുവേറ്റിൽ വരുന്നത്, എത്രത്തോളം വേക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത്, മൊത്തം ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ചാനൽ ത്രൂ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാം പ്രോസസ്സ് പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടക്കും. എന്നിട്ട് അതിൽ നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യത്തെ ഒരു എക്സാം കാണും. കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് അടുത്ത എക്സാമിലേക്ക് പോകും. അതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അതും കഴിഞ്ഞ് ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളും ഉണ്ട്, ചില സ്പെഷ്യൽ സ്കിൽ ടെസ്റ്റുകൾ.
അത് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഏതിലേക്ക് പോകുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലിലേക്കും പോകുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 എക്സാംസ് ഉണ്ടായിരിക്കും. ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റിന് അടുത്തൊരു എക്സാം കൂടി ഉണ്ടായിരിക്കും. ചില പോസ്റ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ആ സ്കിൽ ടെസ്റ്റ് കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഇൻ കേസ് ആ പോസ്റ്റിൽ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്തായി പോകത്തില്ല. അതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിലിപ്പം ചിലർക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഏതിനൊക്കെ സ്കിൽ ടെസ്റ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതുകൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ എക്സാംസിനാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളത് ഇല്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്ററിന്. പക്ഷെ ചിലതിനൊന്നും എന്തില്ല, ഈ സ്കിൽ ടെസ്റ്റ് അല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് ആ പോസ്റ്റ് ഈ സ്കിൽ ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പ്രിഫറൻസിൽ നിങ്ങൾ തൊട്ടടുത്ത പോസ്റ്റ് കൊടുത്തേക്കുന്ന സ്കിൽ ടെസ്റ്റ് ഇല്ലാത്തൊരു പോസ്റ്റാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ആ പോസ്റ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യും. ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്തായി പോകത്തില്ല. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് 2 പോസ്റ്റുകൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് വരുമ്പോഴും 2 പോസ്റ്റാണ് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത്. ബാക്കിയുള്ള 2 പോസ്റ്റ് നമുക്ക് സ്കിൽ ടെസ്റ്റ് ഒന്നും ഇല്ല, 2 എക്സാംസ് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എക്സാമിന്റെ പാറ്റേൺ എന്താണ് എന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാം. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റേ പഠിക്കാവുള്ളൂ. ഈ ഇംഗ്ലീഷ് പഠിക്കാനില്ല. അതോട് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് SSC ബാങ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് ജനറൽ അവയർനെസ്സും മാത്സും റീസണിംഗ് ആണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് പഠിക്കാനേ ഇല്ല. അതിപ്പോൾ ഫസ്റ്റ് എക്സാം ആയാലും അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി സെക്കൻഡ് എക്സാമിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനില്ല. ഈ 3 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. എത്ര ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഓരോ ടൈം എങ്ങനെയാണ്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് 1/4 ആണെങ്കിൽ ഇവിടെ 1/3 അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടി റിസ്ക് ഉള്ളൊരു ഫാക്ടർ. എന്തുകൊണ്ട് അത് ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ 0.25 അല്ല പോകുന്നത്, 0.33 ആണ് പോകുന്നത്. അത് കുറച്ച് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ 3 ദിവസം തെറ്റിക്കുന്നത് 1 ദിവസം ശരിയാക്കുന്നത് ഒരുപോലാണ്. ഇനി അതിന്റെ ഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് 100 ദിവസമുള്ള സ്ഥലത്ത് 120 ദിവസമാവും എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് 10 ദിവസം ഇവിടെ ഒരു 10 ദിവസം കൂടി കൂടിയിട്ടുണ്ട്. നമ്മുടെ ജനറൽ അവയർനെസ്സിൽ ഈ 2 ഏരിയയിൽ നമുക്കൊരു 5 ദിവസം കൂടി കൂടുന്നുണ്ട്. സമയം നമുക്ക് 90 മിനിറ്റ്സ് തന്നെയാണ് വരുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. നെഗറ്റീവ് മാർക്കിങ്ങും അതേപോലെ തന്നെ നമുക്കവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എക്സാമിന്റെ പാറ്റേൺ RRB NTPC. സോ ഇനി എക്സാമിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ അവസാനത്തോടെ വന്നായിരുന്നു. ഒക്ടോബർ നവംബറിലാണ് നമുക്ക് രജിസ്ട്രേഷൻ നടന്നത്. അതിനുശേഷം നമ്മുടെ മെയ് ജൂണിലാണ് എക്സാംസ് നടന്നത് ഈ വർഷം മെയ് ജൂണിൽ. അപ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ആപ്ലിക്കേഷൻ തുടങ്ങിയത് നമ്മൾ പറഞ്ഞാൽ ഒക്ടോബറിലായിരുന്നെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് 8 മാസം കഴിഞ്ഞപ്പോഴേ എക്സാം നടന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ എടുക്കുകയാണെങ്കിലും നമുക്ക് അതേപോലെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആ 8 മാസം കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയുള്ള മാസങ്ങളോട് നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 മാസത്തോളം നല്ലപോലെ പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എക്സാം എഴുതാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കല്ലേ. എന്നുള്ള ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇതൊക്കെ എഴുതി എടുക്കണം, അവിടെ ലൈഫ് മാറ്റണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ വളരെ നേരത്തെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും അതിനനുസരിച്ച് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ ഒരു എക്സാം സിലബസ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. മാത്സിൻ്റെ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമ്മുടെ 10ാം ക്ലാസ്സോളം വരുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ നമ്മുടെ റീസണിംഗിലേക്ക് വരുമ്പോൾ റീസണിംഗിൻ്റെ പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചർ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ടോപ്പിക് ബൈ ടോപ്പിക് ഇത് ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്ത് പോയാൽ മതി. ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവരൊരു പാരഗ്രാഫ് പോലാണ് അത് കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് ഇങ്ങനൊന്ന് പ്രോപ്പർലി ലിസ്റ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാനും ഫൈൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസിന്റെ സിലബസ് അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതാണ് നമ്മുടെ കുറച്ച് ഏരിയ. ഇത് കൂടാതെ പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് പോർഷൻ കൂടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ അവയർനെസ്, നമ്മുടെ GK പോർഷൻ അല്ലെങ്കിൽ GA പോർഷൻ, GS പോർഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ജനറൽ അവയർനെസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് സ്കീംസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്.
സോ സിലബസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റുകളും സാലറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. സോ RRB NTPC എക്സാംസ് എന്ന് പറയുന്ന ഇതാണ്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചാനൽ ത്രൂ. സോ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക, മിസ്സാക്കരുത്. ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കറന്റ് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ കൺട്രോളർ, നമ്മുടെ റെയിൽവേയുടെ സെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. വേക്കൻസീസ് നമുക്ക് 119 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ വിളിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 14 ഓഗസ്റ്റ് ആണ്. ഏതെങ്കിലും ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 33 വയസ്സ് വരെയാണ് എഗെയിൻ അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് RRB എക്സാംസിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും അവിടുന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്തെടുക്കാം, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പം ഈ പറഞ്ഞ എക്സാംസ് കൂടാതെ വേറെ ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്ന വേറെ എക്സാംസ് ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇതേ സെയിം രീതിയിൽ SSC എക്സാംസ് ഏതൊക്കെയുണ്ട്, ബാങ്ക് എക്സാംസ് ഏതൊക്കെയുണ്ട്, ഇതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ബാച്ചസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ 7736122215 എന്നുള്ള ഈ ഒരു എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സ്, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാം. നേരത്തെ തന്നെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കാം, ഏതൊക്കെ എക്സാംസ് ഒരുമിച്ച് എഴുതാൻ പറ്റും, ഒരുമിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. സോ എല്ലാം മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം NTPC എക്സാംസിനെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത്. സോ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് ചാനൽ ത്രൂ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതായിരിക്കും. സോ അപ്കമിങ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.